ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. അതിലെ ആദ്യ യൂണിറ്റ് ഇക്കായി ഏക്ക് ജി എ ജി ബർ എന്നുള്ളതിലെ 3ാമത്തെ ചാപ്റ്ററായ ബൂട്ടി കാക്കിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതൊരു ശാസ്ത്രിയാണ്, അതായത് റിവ്യൂ ആണ്. പ്രേംചന്ദ് കി കഹാനി പർ ബനി ഗുൽസാർ കി ഫിലിം പർ ആധാരിതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രേംചന്ദിന്റെ കഥയിൽ ഗുൽസാർ നിർമ്മിച്ച സിനിമയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ റിവ്യൂ ആയിട്ട് പറയുന്നത്. ബൂട്ടി കാക്കി വൃദ്ധയാണ്. അപ്പം നമുക്ക് നോക്കാം. ഒരു വൃദ്ധയായ സ്ത്രീയുടെ സ്റ്റോറിയാണ്, നമുക്ക് ശാസ്ത്രിയാണ്, റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബൂട്ടി കാക്കി. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം. ഞങ്ങൾ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ബൂട്ടി കാക്കി ശാസ്ത്രി അഥവാ ബ്ലർബ്. ഓക്കെ, ബൂട്ടി കാക്കി മൂൽ കഹാനി പ്രേംചന്ദിന്റെ ആണ്, നിർദ്ദേശക് ഗുൽസാറാണ് കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ച് ഇതിന്റെ മലയാളം മീനിങ് ഒന്ന് പറയാം, ശേഷം ഇതിന്റെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആധുനിക് ഹിന്ദി സാഹിത്യ के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूटी काकी. मानवीय करुणा की भावना से ओतप्रोत इस कहानी में बूटापे की समस्या को प्रस्तुत किया गया है. അപ്പോൾ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെ മികച്ച കഥാകാരനായ പ്രേംചന്ദിന്റെ ഒരു ഹൃദയസ്പർശിയായ കഥയാണ് ബൂട്ടി കാക്കി. അപ്പോൾ മാനുഷികമായിട്ടുള്ള പരിഗണനകളും കരുണയുടെയും വികാരങ്ങൾ നിറഞ്ഞ ഈ കഥ നമ്മൾ വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की और कहानी इशारा करती है. എന്താ പറയുന്നത്? മുതിർന്നവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയ ശേഷം അവരെ അവഗണിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ സ്വത്തൊക്കെ കൈയടക്കിയതിന് ശേഷം അവരെ വലിച്ചെറിയുന്ന ഒരു സന്ദർഭം ഇന്ന് സമൂഹത്തിൽ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു കഥ. बूटी काकी को विधवा हुए 5 वर्ष हो चुके हैं. ബൂട്ടി കാക്കിയുടെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷമായി. അവർ വിധവയായിട്ട് ഇപ്പോൾ 5 വർഷമായി. ഉസ്കി ജവാൻ ബേട്ടയ്ക്ക് ബി അകാൽ മൃത്യു ഹുയി. അവരുടെ മകനും മരിച്ചു, അകാലത്തിൽ മകനും മരണമടഞ്ഞു. അപ്പോൾ അവർക്ക് ആരുമില്ല, ഭർത്താവും ഇല്ല, മകനും ഇല്ല. ഈ സംസാർ മേ ബൂട്ടി കോ അപ്ന കഹനെ വാല കോയി നഹി. അപ്പോൾ ഈ ലോകത്തിൽ അവർക്ക് അവരുടേത് എന്ന് പറയാൻ ആരുമില്ല. കാക്കി അപ്നി സാരി സമ്പത്തി ബദീജെ കെ നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹതി തി. അപ്പോൾ ഈ ബൂട്ടിക്കാക്കി എന്ത് ചെയ്യും? അവരുടെ എല്ലാ സ്വത്തുക്കളും അവരുടെ അനന്തരവന്റെ പേരിൽ, ഓക്കെ, ബദീജ എന്ന് പറഞ്ഞാൽ അനന്തരവന്റെ പേരിൽ എഴുതി വെച്ചു. ഓക്കെ, എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുത്തു. എന്നിട്ട് അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇൻസാൻ കി ലാലച്ച് കി കോയി സീമ നഹി ഹോത്തി. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് അതിരുകളില്ല എന്ന് പറയില്ല. എത്ര കിട്ടിയാലും പോരാ എന്നുള്ള അത്യാഗ്രഹം. बुद्धिराम और रूबा अपनी काकी के प्रति तब तक बहुत अच्छे रहते थे जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. അപ്പോൾ ഈ ബുദ്ധിറാമും ഭാര്യയാവാം അറൂബ. അപ്പോൾ ഇവർ രണ്ടാളും, ഈ അനന്തരവനാണ് കേട്ടോ ബുദ്ധിറാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത് വരെ നല്ല രീതിയിലാണ് ബൂട്ടി കാക്കിയോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്വത്തുക്കൾ കൊടുക്കുന്നത് വരെ. കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം മാറി. വേ ലോഗ് ബാത് പർ ബൂട്ടി കാക്കി കാ അപമാൻ ഓർ തിരസ്കാർ കർത്തേ തെ. അതിനുശേഷം അവരെന്ത് ചെയ്തു? ബുദ്ധിറാമും രൂപയും കൂടിയിട്ട് സ്വത്തുക്കളെല്ലാം കിട്ടിയതിന് ശേഷം അവർക്ക് സമ്മാനമായിട്ട് ആ ഒരു കൊടുക്കുകയാണ് ചെയ്തത്, ആ ഒരു സ്വത്തുക്കളൊക്കെ. അപ്പോൾ ഓരോ കാര്യത്തിനും സ്വത്ത് കിട്ടിയതിന് ശേഷം അവർ രണ്ടാളും കൂടെ ഓരോ കാര്യത്തിനും ഈ കാക്കീനെ എന്ത് ചെയ്തു? അപമാനിക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെന്ത് സംഭവിച്ചു? ഭർപേറ്റ് ഭോജൻ സേ ബി വഞ്ചിത്തി. ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ പോലും, ആഹാരം പോലും വയറ് നിറയെ അവർ നൽകിയിരുന്നില്ല. जो रिश्ते टीली बुनियाद पर टिके होते हैं वे रिश्ते ही खत्म हो जाते हैं. അപ്പോൾ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ
എത്ര പെട്ടെന്നാണ് അവസാനിക്കുന്നത് അല്ലേ? അത്രയേ ഉള്ളൂ. സ്വത്ത് കിട്ടിയ ശേഷം അവരുടെ ആ ഒരു ബന്ധവും അവിടെ അവസാനിച്ചു. छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. അപ്പോൾ ആ വീട്ടിൽ അവരുടെ ഒരു ബുദ്ധിറാമിൻ്റെ മകളുണ്ട്. ആ കുട്ടി ലാഡ്ലി എന്നാണ് പേര്. ആ ലാഡ്ലി മാത്രമാണ് ഈ പാപം വൃദ്ധയെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പരിചരിച്ചിട്ടുണ്ടായിരുന്നത്, കുറച്ച് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് ആ പെൺകുട്ടി മാത്രമായിരുന്നു. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. അപ്പോൾ ഇവിടെ നമുക്ക് മുൻഷി പ്രേംചന്ദ് ആണ് ഇതിൻ്റെ രചനാകാർ. അദ്ദേഹത്തിൻ്റെ ഈ കഥയെ ആസ്പദമാക്കി ഗുൽസാർ ഒരുക്കിയ ഹൃദയസ്പർശിയായ ഒരു ഹ്രസ്വ ചിത്രമാണിത്, ഒരു ഷോർട്ട് ഫിലിം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് നമ്മളിവിടെ വായിച്ചത്. ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് ആണ്. നമുക്കത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൽ മീനിങ്സ് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. കറക്റ്റ് മീനിങ് ആണ് ഞാൻ പറഞ്ഞത് അവിടെ. ബൂട്ടി എന്ന് പറഞ്ഞാൽ പ്രായമായ, കാക്കി ഇളയമ്മ, ഇളയമ്മ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്, ഇളയമ്മ. ആധുനിക് എന്ന് പറഞ്ഞാൽ പുതിയ, കാൽജയി കാലാതീതമായ, മാനവീയ മാനുഷികമായ, മാർമിക്കിൻ്റെ അർത്ഥം ഹൃദയസ്പർശിയായ, ഓത്പ്രോത് എന്ന് പറഞ്ഞാൽ ചേർന്നു നിൽക്കുന്ന, ബൂട്ടാപ്പ വാർദ്ധക്യം, ജായദാദ് സ്വത്ത്, ഇഷാര കർണ ചൂണ്ടിക്കാണിക്കുക, ജവാൻ യുവാവ്, ബദീജ മരുമകൻ അനന്തരവൻ മരുമകൻ, ലാലച്ച് അത്യാഗ്രഹം, ബർപേട്ട് വയറ് നിറയെ, റിഷ്ത ബന്ധം, ടീല ഉറപ്പില്ലാത്ത, ഗതം ഹോന തീരുക, ദേഖ്ഭാൽ കർണ സംരക്ഷിക്കുക, സംവേദൻശീൽ വികാര നിർഭരമായ. അപ്പം ഇതാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് മീനിങ്സ് വരുന്നത്. അടുത്തത് നമുക്ക് ഫിലിം ദേക്കോ മുഖ്യ ഘടനായകി സൂചിബന്ദ് കരയെന്നാണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ പോയിന്റ്സ് ആക്കി എഴുതുകയാണ്. നമുക്ക് നോക്കാം. बूटी काकी अपने भतीजा बुद्धिराम के साथ रहती थी. उस घर में भतीजे के बेटी लाडली के अलावा किसी ने काकी से न प्यार किया. भतीजे के बेटे के तिलक आते वक्त सभी मेहमान आए. बूटी काकी अपनी छोटी कोठरी में भूखी बैठी थी. ഓക്കെ, അപ്പോൾ ഇത് ആ സിനിമ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഘടനകളാക്കേണ്ടത്. ഇനിയുമുണ്ട്. ലിഗെ ഫിലിം കി മുഖ്യ പാത്ര കോൻ കോൻ ഹെ. സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെ? ബുദ്ധിറാം, രൂപ, ബൂട്ടി കാക്കി, ലാഡ്ലി. बताए ये फिल्म किस समस्या की और संकेत करती है. ഏത് സമസ്യ, ഏത് പ്രശ്നത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ സിനിമയിൽ? ഉത്തരം വൃദ്ധജനോം കി ഉപേക്ഷ കർണേ വാലെ ആധുനിക് സമാജ്. അപ്പോൾ വയസ്സായ ആളുകളെ ഉപേക്ഷിക്കുന്ന ഇന്നത്തെ സമൂഹത്തെ കുറിച്ചാണ് ഈ കഥ പറയുന്നത് കേട്ടോ. ഈ ഒരു സിനിമയിലാണെങ്കിലും അത് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്കിവിടെ ഒരു ശാസ്തി അഥവാ ഒരു ബ്ലർബ് തന്നിട്ടുണ്ട്, എന്താണ് എന്നുള്ളതാണ്. इस पर ध्यान दे എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ. ब्लर्ब किसी पुस्तक, सिनेमा या अन्य सूचनाकारी के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. ഒരു റിവ്യൂ പോലെ നമ്മൾ എഴുതുന്നതിനെയാണ് ബ്ലർബ് അല്ലെങ്കിൽ ശാസ്തി എന്ന് പറയുക. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടതിൻ്റെ റിവ്യൂ പറയില്ലേ, റിവ്യൂ എഴുതില്ലേ, ഒരു പുസ്തകം മൊത്തം വായിച്ച് അതിനെ കുറച്ച് ചുരുക്കി എഴുതില്ലേ, അതന്നെയാണ് ബ്ലർബ്. ब्लर्ब में किताब या फिल्म से संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. इसमें रचना और रचनाकार से संबंधित സംക്ഷിപ്ത വിവരൺ ഷാമിൽ ഹോഗ. എഴുതിയ ആളുകൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചെല്ലാം ആ പുസ്തകത്തിൽ നമ്മൾ ഇതിൽ എഴുതും, ശാസ്തിയിൽ എഴുതും. किसी लोकप्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा. ब्लर्ब आम तौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ब्लर्ब के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. അപ്പോൾ എന്തിനാണ് അതിനു മുമ്പ് നമ്മൾ ബ്ലർബ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു അതിൻ്റെ കുറിച്ചൊരു ഷോർട്ടായിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ബുക്കിനോട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയി ആകർഷിച്ച് നമ്മൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ബ്ലർബ് പഠത്തെ ഹി പാഠക് യാ ദർശക് കിതാബ് പഠനെ യാ ഫിലിം ദേഖ്നെ കെ ലിയെ പ്രേരിത് ഹോ ജായേ. ഇപ്പം നമുക്കറിയാം, ഒരു പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ യൂട്യൂബ്സിലൊക്കെ റിവ്യൂ വരും അല്ലേ. ഒരു 2-3 മണിക്കൂറിൻ്റെ സിനിമയാണെങ്കിൽ ആ സിനിമയിലെ കഥകളെല്ലാം ചുരുക്കിയിട്ട് ഒരു അരമണിക്കൂറിൽ അവർ പറയും. അപ്പോൾ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്കത് കാണണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വരും. സെയിം തിങ്ങാണ് ഒരു പുസ്തകമാണെങ്കിൽ, ഒരു വലിയ പുസ്തകമാണ്, ഒരു കഥാപുസ്തകമാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഷോർട്ടായിട്ടുള്ള റിവ്യൂസ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് വായിച്ചാൽ നമുക്ക് അതിലോടൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് നമ്മളത് വായിക്കും അല്ലേ.
ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഉദ്ദേശവും. इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सृजनात्मक कार्य है. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. ഇപ്പൊ ഇവിടെ നമുക്ക് കിതാബ് കി ശാസ്തി കാ യ നമുന പഠേ. ഗോദാനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഗോദാൻ നിങ്ങൾ വായിച്ചു നോക്കുക. പ്രേംചന്ദിന്റെ ആണ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കിസി മൻപസന്ദ് കിതാബ് യ ഫിലിം കി ശാസ്തി തയ്യാർ കരേ എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകത്തിൻ്റെയോ ഒരു സിനിമയുടെയോ റിവ്യൂ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് അറിയില്ല, നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ അല്ലെങ്കിൽ ശാസ്തി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മളത് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശാസ്തി അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് ഇക്കായി കെ പാഠോം സെ ഏക് ബാർ ഓർ ഗുസരെ താലിക കി പൂർത്തേ കരെ. സഹി ഓർ ഗലത്ത് ഉണ്ട്, ട്രൂ ഓർ ഫാൾസ് നമുക്ക് നോക്കാം. ബഡാബായി നദി മേ കൂദ്കർ ഛോട്ടേ കെ ജാൻ ബച്ചാത്താ ഹെ. ഇത് നമുക്ക് നമ്മൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ബിക്കോസ് നമ്മൾ ഫുൾ 3 ചാപ്റ്ററാണ് ആദ്യത്തെ യൂണിറ്റിൽ. ആ 3 ചാപ്റ്ററും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. ഇത് കറക്റ്റാണ് സഹി. കൈ ദിനോം കെ ബാദ് കവി ഗ്രാമീൺ സൗന്ദര്യ കാ ആസ്വാദൻ കർത്തേ ഹെ. അത് ട്രൂ ആണ്. ബുദ്ധിറാം और रुबा हमेशा बूटी काकी का आदर करते थे. അത് തെറ്റാണ്. बूटी काकी की युवा पुत्र की अकाल में मृत्यु हुई. ശരിയാണ്. दो बालक कपड़े सुखाने के लिए धूप में गेलते हैं. ശരിയാണ്. अपने गांव की हालत देखकर कवि बहुत परेशान है. തെറ്റാണ്. मेहनती बालिकाओं का गाना मन में खुशी लाता है. ശരിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ യൂണിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് യൂണിറ്റിലെ 3 ചാപ്റ്ററുകളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ശാസ്തി അഥവാ റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ തരുന്നതായിരിക്കും. സോ തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.